Hi students, now we come to the next part. That is, we move to the second component of the first module. That is development and structural change of Indian economy. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തോ ഒരു പുതുമ തോന്നുന്നുണ്ടാവും. സ്ട്രക്ചറൽ ചേഞ്ച് ഓഫ് ഇന്ത്യൻ ഇക്കോണമി, ഡെവലപ്മെന്റ് ആൻഡ് സ്ട്രക്ചറൽ ചേഞ്ച് ഓഫ് ഇന്ത്യൻ ഇക്കോണമി. അതായത് വികസനവും ഘടനാപരമായ മാറ്റങ്ങളും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ എന്തൊക്കെയാണ് നടന്നിട്ടുള്ളത്. അതായത് ലോ ലെവൽ ഓഫ് ഇക്കണോമിക് ഡെവലപ്മെന്റ് എന്തുകൊണ്ടാണ് നമ്മൾ സ്ഥാപിച്ചു കഴിഞ്ഞു. ഇനി ഘടനാപരമായ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് എന്തൊക്കെ മാറ്റങ്ങൾ, അതായത് എന്തൊക്കെ പുതിയ പുതിയ നയങ്ങളാണ് ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുള്ളത്, അതിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മളിൽ സംസാരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ദാറ്റ് ഈസ് വാട്ട് ഈസ് മെന്റ് ബൈ ഇക്കണോമിക് ഡെവലപ്മെന്റ്. വെൻ ആൻ economic development take place, the importance of primary sector lost its importance, and secondary and third sector it gain in importance. That is, in the case of first sector lost its importance, and second and third sector, that is, they are gaining importance. അപ്പോൾ നമ്മൾ നോക്കി, രണ്ട് പോയിന്റുകളാണ് ഞാനിവിടെ പറഞ്ഞത്. ഒരു വശത്ത്, അതായത് സാധാരണ ഒരു സമ്പദ് വ്യവസ്ഥയിൽ ഞാൻ അന്ന് ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞു, ദേശീയ വരുമാനം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 3 പ്രധാന സെക്ടർ വൈസ് കമ്പോണന്റ് ആണ് നമ്മൾ എടുക്കുക. പ്രൈമറി സെക്ടറും സെക്കൻഡറി സെക്ടറും ടെർഷ്യറി സെക്ടറും. ഇതിലെ 3 പേരുടെ റോളുകൾ എന്താണെന്നാണ് ഇവിടെ സ്ഥാപിക്കുന്നത്. അതായത് ഇക്കണോമിക് ഡെവലപ്മെന്റ് ടേക്ക് പ്ലേസ്, primary sector lost its importance, and other 2 sectors like second and third sector it gain in importance. അവർക്ക് കൂടുതലായിട്ട് 2നും 3നും കൂടുതൽ പ്രാധാന്യം വരുന്നു. ഒന്നാമത്തെ മേഖലയ്ക്ക് അതിന്റെ പ്രാധാന്യം കുറയുന്നു. അപ്പൊ നമുക്ക് സംശയം, ആരാണ് പ്രൈമറി സെക്ടർ, ആരാണ് സെക്കൻഡറി സെക്ടർ, ആരാണ് ടെർഷ്യറി അല്ലെങ്കിൽ സർവീസ് സെക്ടർ. ടെർഷ്യറി സെക്ടർ എന്ന് പറഞ്ഞാൽ സർവീസ് സെക്ടർ എന്നും പറയാറുണ്ട്. അപ്പൊ നമ്മൾ നോക്കി, ആരാണ് പ്രൈമറി സെക്ടർ. പ്രൈമറി സെക്ടർ ദാറ്റ് ഈസ് ഈക്വൽ ടു അഗ്രികൾച്ചർ ആൻഡ് എലൈഡ് ആക്ടിവിറ്റീസ്. രണ്ടാമത്തെ ആള് സെക്കൻഡറി സെക്ടർ. അതായത് സെക്കൻഡറി സെക്ടർ നമ്മൾ എടുക്കുക സാധാരണയായിട്ട് മാനുഫാക്ചറിംഗ് സെക്ടർ. മൂന്നാമത്തെ ആള് എന്താണ്, സർവീസ് സെക്ടർ, ടെർഷ്യറി സെക്ടർ. അതെന്ന് പറഞ്ഞാൽ അതിലെ എല്ലാ സേവന മേഖലകളായ ട്രാൻസ്പോർട്ട്, കമ്മ്യൂണിക്കേഷൻ, ബാങ്കിങ്, ഇൻഷുറൻസ്, റിയൽ എസ്റ്റേറ്റ്, ടൂറിസം, ഇവരെല്ലാവരും ഇതിൽ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്താണ് ഇക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് മനസ്സിലായി. ഇനി ഇക്കണോമിക് ഡെവലപ്മെന്റ് രണ്ടാമത്തെ ഘടകമാണ് സ്ട്രക്ചറൽ ചേഞ്ച്. സ്ട്രക്ചറൽ ചേഞ്ച് ഇൻഡിക്കേറ്റ്സ് ഇക്കണോമിക് ഡെവലപ്മെന്റ്. അതായത് ഘടനാപരമായ മാറ്റം സൂചിപ്പിക്കുന്നത് എന്താണ്, ഇക്കണോമിക് ഡെവലപ്മെന്റ് ആണ്. അപ്പൊ നമ്മൾ നോക്കിയപ്പോൾ ആരൊക്കെയാണ് ഇക്കണോമിക് ഡെവലപ്മെന്റ് ഡിറ്റർമിൻ ചെയ്യുന്ന ആൾക്കാരെന്ന് ഞാൻ പറഞ്ഞു. ഇത് തന്നെയാണ് ഈ സ്ട്രക്ചറൽ ചേഞ്ച് കൊണ്ട് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സ്ട്രക്ചറൽ ചേഞ്ച് ഇൻഡിക്കേറ്റ് ഇക്കണോമിക് ഡെവലപ്മെന്റ്. സോ ബോത്ത്, that is in the case of primary, secondary and service sector, overall development that is equal to structural change. ഇനി നമുക്ക് നമ്മുടെ പോയിന്റിലോട്ട് വരാം. അതായത് വാട്ട് അബൌട്ട് ദ സിഗ്നിഫിക്കന്റ് സ്ട്രക്ചറൽ ചേഞ്ചസ് introduced or included during the period of independence and after the independence. Thus, what about the significant changes? Significant, what type of changes? Structural changes in, that is, it applied or introduced since independence. Since independence എന്ന് പറഞ്ഞാൽ എന്താപ്പം, സ്വാതന്ത്ര്യത്തിന് ശേഷം. Structural changes, that is significant structural changes since independence. പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, സിൻസ് ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യത്തിന് ശേഷം. 1947 ഇൻഡിപെൻഡൻസ് വരുന്നു. അതിനുശേഷം ഫസ്റ്റ് 5-year പ്ലാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 1951 കൂടിയാണ്. ഇവിടെ നിന്ന് തുടങ്ങി നമ്മൾ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, അതാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, സ്ട്രക്ചറൽ ചേഞ്ചസ്. അതുകൊണ്ടാണ് ഈ വേർഡ് ഉപയോഗിച്ചത്, സിഗ്നിഫിക്കന്റ് ചേഞ്ചസ് സിൻസ് ഇൻഡിപെൻഡൻസ്. വാട്ട് ചേഞ്ചസ്? സ്ട്രക്ചറൽ ചേഞ്ച്. വിച്ച് ആർ ദ ഇമ്പോർട്ടൻറ്റ് ചേഞ്ചസ്? ഇത് നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് ഏകദേശം 7ഓളം പോയിന്റുകൾ കൂടെയാണ് നമ്മൾ സ്ഥാപിക്കുന്നത്. വിച്ച് ആർ ദ ഇമ്പോർട്ടൻറ്റ് സ്ട്രക്ചറൽ ചേഞ്ചസ്. ഇതിലെ ആദ്യത്തെ 4 പോയിന്റുകൾ ഞാനിപ്പം പറയാം. അതായത് ഫസ്റ്റ് പോയിന്റ് എന്താ, ദാറ്റ് ഈസ് ചേഞ്ചിങ് സെക്ടറൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. ചേഞ്ചിങ് സെക്ടറൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. രണ്ടാമത്തെ ഗ്രോത്ത് ഓഫ് ബേസിക്
capital goods industries. And third, expansion in social overhead capital. And fourth is that progress in the banking and financial sector. അഞ്ചാമതായിട്ട് വരുന്നത് what about the public sector, and that public sector contribution. And the sixth is that what about rural and urban income. And last is that organized and unorganized sector. ആദ്യം ഈ 4 പോയിന്റ് നമുക്കൊന്ന് വിലയിരുത്തി നോക്കാം. വിച്ച് ആർ ദ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അപ്പോൾ ദ ഫസ്റ്റ് ഈസ് ദാറ്റ് ചേഞ്ചിങ് സെക്ടറൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് domestic product. Are you also familiar about the product? Domestic product. That is GDP. What is meant by GDP? GDP, that is equal to national income. How you identify, how you calculate the national income? That is national income, that is equal to the money value of all goods and services which are produced in a given period of time. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞത് അത് കാണാനുള്ളൊരു, അതായത് നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ നാഷണൽ ഇൻകത്തെ പോപ്പുലേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് പെർ ക്യാപിറ്റ ഇൻകം കിട്ടുന്നത്. അത് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ആരാണ് GDP എന്നും ആരാണ് നാഷണൽ ഇൻകം എന്നും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് നോക്കാം ചേഞ്ചിങ് സെക്ടറൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. അപ്പോൾ GDP നമുക്ക് മനസ്സിലായി. ഇനി ഇതിൽ നിന്ന് സെക്ടറൽ ഡിസ്ട്രിബ്യൂഷൻ. സെക്ടർ എന്ന് പറഞ്ഞാൽ ആരാ? ഞാൻ മൂന്നാളെ പരിചയപ്പെടുത്തി. ആരൊക്കെയാണ്? പ്രൈമറി സെക്ടർ പ്ലസ് സെക്കൻഡറി സെക്ടർ പ്ലസ് സർവീസ് സെക്ടർ, ദാറ്റ് ഈസ് ഈക്വൽ ടു സെക്ടറൽ. ഈ 3 സെക്ടറിൻ്റെയും കോൺട്രിബ്യൂഷൻസ് ആണ് നമ്മൾ നാഷണൽ ഇൻകത്തിൽ എടുക്കുന്നത്. ഇനി ഇതിലെ ഒന്നാമത്തെ സെക്ടറാണ് പ്രൈമറി സെക്ടർ. പ്രൈമറി സെക്ടർ എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ ആൻഡ് എലൈഡ് ആക്ടിവിറ്റീസ് എന്ന് പറയും. അഗ്രികൾച്ചർ ആൻഡ് എലൈഡ് ആക്ടിവിറ്റീസ്, അതായത് കാർഷിക മേഖലയും അതിനോട് അനുബന്ധ പ്രവർത്തനങ്ങൾ. കാർഷിക മേഖലയുടെ അനുബന്ധ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ആരാ? ഇത് പ്രത്യേകിച്ച് വരുന്ന ആളാണ് ലൈവ് സ്റ്റോക്ക് റെയറിങ്. ലൈവ് സ്റ്റോക്ക് റെയറിങ് എന്താ? കന്നുകാലികളുടെ സംരക്ഷണം. അതിലെ പല മേഖലകളും വരാം. ഇപ്പോൾ ഡയറി കന്നുകാലികളുടെ വരാം, പോൾട്രി വരാം, പിഗറി വരാം, ഗോട്ടറി വരാം. കണ്ടോ, എല്ലാ സംരക്ഷണങ്ങളും ഇതിൽ പെടുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് എലൈഡ് ആക്ടിവിറ്റീസ്. അഗ്രികൾച്ചറും, അതായത് കാർഷിക മേഖലയുണ്ട്, കാർഷിക മേഖലയോട് അനുബന്ധമായിട്ടുള്ള ലൈവ് സ്റ്റോക്ക് റെയറിങ്, കന്നുകാലി സംരക്ഷണം എന്നാണ് നമ്മൾ പൊതുവെ പറയുക. അതിലെ എല്ലാ രീതിയിലുള്ള മൃഗസംരക്ഷണങ്ങളും വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഗോട്ടറി, പോലെ തന്നെ പോൾട്ടറി, ഡയറി വരുന്നുണ്ട്. ഇവരെല്ലാം കൂടി ഇതാണ് കാർഷിക മേഖല. ഇനി രണ്ടാമത്തെ ആളെ നമുക്ക് കാണുന്നതാണ് സെക്കൻഡറി സെക്ടർ. സെക്കൻഡറി സെക്ടർ എന്ന് പറഞ്ഞാൽ അതിൽ വരുന്ന ആൾക്കാർ ആരൊക്കെയാണ്? മാനുഫാക്ചറിങ് ആണ് പ്രധാന ഘടകം. മാനുഫാക്ചറിങ്ങോടൊപ്പം തന്നെ ഗ്യാസ്, കൺസ്ട്രക്ഷൻ, വാട്ടർ സപ്ലൈ, ഇതെല്ലാം ഇതിൽ വരുന്നു, സെക്കൻഡറി സെക്ടർ. ഇനി മൂന്നാമത്തെ ആളാണ് സർവീസ് മേഖല അല്ലെങ്കിൽ ടെറിഷറി സെക്ടർ. ഇതെന്ന് പറഞ്ഞാൽ ഇതിൽ വരുന്ന ആൾക്കാർ ട്രാൻസ്പോർട്ടേഷൻ, ഇറിഗേഷൻ, എനർജി, ഇൻഷുറൻസ്, എഡ്യൂക്കേഷൻ, ഇതെല്ലാം ഇതിൽ വരുന്നു, ഈ സേവന മേഖലയിൽ വരുന്നു. ഇതെല്ലാമാണ് പ്രധാന ഐറ്റംസ്. ഇത് മൂന്നും കൂടി ചേരുമ്പോഴാണ് നമുക്ക് ആരാ കിട്ടുന്നത്? സെക്ടറൽ ഡിസ്ട്രിബ്യൂഷൻസ് കിട്ടുന്നത്. സെക്ടറൽ ഡിസ്ട്രിബ്യൂഷൻ ടുവേർഡ്സ് GDP അല്ലെങ്കിൽ ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആണ് ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ഈ 3 മേഖലകളും എത്രമാത്രമാണ് കോൺട്രിബ്യൂട്ട് ചെയ്ത് എന്ന് കാണിക്കാനായിട്ട് ഒരു ടേബിളിന്റെ സഹായത്താൽ ഞാനിതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഈ ടേബിളില് ആദ്യം നമ്മളിവിടെ 1950-51 എടുക്കുന്നു. രണ്ടാമത്തേതില് 1991 എടുക്കുന്നു. മൂന്നാമത്തേല് 2007-8 എടുക്കുന്നു. പിന്നെ ഇവിടെ 2018-19. ഇതാണ് 4 കാലഘട്ടം എടുക്കുന്നത്. ഇനി ഇവിടെ പ്രൈമറി, സെക്കൻഡറി, സർവീസ് ഓർ ടെറിഷറി സെക്ടർ. ഇതില് എന്താ കാണിക്കുന്നത്?
ഇതിന്റെ ഹെഡിങ് എന്താണ്? ഷെയർ ഓഫ് sectoral shares towards GDP 99-2000 prices. അതായത് ഇതാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഇതിൽ 4 പീരീഡുകൾ നമ്മൾ എടുക്കുന്നുണ്ട്. ഈ 4 പീരീഡിൽ നമ്മൾ കാണിക്കുന്നത് 3 സെക്ടറുകളും, പ്രൈമറി സെക്ടറും സെക്കൻഡറി സെക്ടറും അതുപോലെ തന്നെ ടെർഷ്യറി സെക്ടർ എത്രമാത്രം കോൺട്രിബ്യൂഷൻസ് ആണ് GDP കൊടുക്കുന്നത്. പ്രൈമറി എന്ന് പറഞ്ഞാൽ പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല എത്രമാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണിക്കുന്നത്. ഇനി ആദ്യത്തെ നമ്മളെടുത്തു 1950-51 56.5%. ഇനി ഇത് 1991 ആയപ്പം 34.6%, 2007-8 19.7%. അപ്പോൾ പ്രൈമറി സെക്ടറിലെ 1950-51 56.5% കോൺട്രിബ്യൂട്ട് ചെയ്തു. ഇത് 1991 വന്നപ്പം കാർഷിക മേഖലയുടെ പ്രാധാന്യം കുറയുന്നു. അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസിൽ അതിൽ നിന്ന് കിട്ടുന്ന കോൺട്രിബ്യൂഷൻസ് കുറഞ്ഞു പോവാണ്. കാരണം മറ്റ് 2 മേഖലകളും പതുക്കെ ഉയരാൻ തുടങ്ങി. പ്ലാനിംഗ് പീരീഡ് വന്നതോടുകൂടി നമുക്ക് മെച്ചപ്പെട്ട നിലവാരം കാണാനായിട്ട് സാധിച്ചു. ഇതുകൊണ്ടാണ് അത് 34.6 ആയത്. വീണ്ടും 2007-8 വന്നപ്പോൾ 19.7. ഈ 3 പീരീഡ് ഞാൻ കാണിക്കുന്നത് അതായത് 99-2000 ബേസ് ഇയർ വെച്ചിട്ടാണ്. ഒരു ടേബിൾ പറയുമ്പം ഇന്ന കാലഘട്ടത്തിലെ 2 രീതിയാണ് നമ്മൾ എടുക്കുന്നത്, ബേസ് ഇയറും ഒന്ന് കറണ്ട് ഇയറും. അപ്പം ഇതിൽ ഞാൻ ബേസ് ഇയർ ആയിട്ട് എടുക്കുന്നത് 99-2000 ആണ്. എന്നാൽ 2018-19 കാണിക്കാനായിട്ട് അന്നത്തെ വില അനുസരിച്ച് അതായത് കറണ്ട് പ്രൈസ് വെച്ചാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തത്. അത് 15.87. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ when an economy starts to develop, the role of primary sector or importance of primary sector comes down and other 2 sectors are started to developing. ഇത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണാൻ സാധിക്കും. പ്രൈമറി സെക്ടറിന്റെ പ്രാധാന്യം കുറയാന്ന് പറഞ്ഞാൽ മറ്റ് 2 മേഖലകളും വികസിക്കുന്നു. തന്മൂലം ഇന്ത്യ പതിയെ എന്താണ് വികസിക്കാനായിട്ട് തുടങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇനി രണ്ടാമത്തെ നമ്മൾ എടുത്തു സെക്കൻഡറി സെക്ടർ, ദാറ്റ് ഈസ് ഈക്വൽ ടു മാനുഫാക്ചറിങ് പ്ലസ് that is gas, construction, water supply ഇവയെല്ലാമാണ് ഇതിൽ വരിക. ഇതിൽ വരുന്നത് ആദ്യത്തെ 50-51 അതിലെ കോൺട്രിബ്യൂഷൻസ് വളരെ കുറവാണ്. അപ്പം മെജോറിറ്റി കോൺട്രിബ്യൂട്ട് ചെയ്ത ആൾക്കാർ ആരാണ്? പ്രൈമറി സെക്ടർ. നമുക്കറിയാം മോർ ദാൻ 50. അപ്പോൾ 60%ഓളം അതായത് നമുക്കറിയാം 85% പീപ്പിൾ ആണ് അന്ന് ഡിപ്പെൻഡ് ചെയ്തിരുന്നത്. എന്നിട്ട് അവർ 56% കോൺട്രിബ്യൂട്ട് ചെയ്തത്. അപ്പോൾ അവിടെ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ട്. എന്നാൽ സെക്കൻഡറിയിലും സർവീസ് സെക്ടറിലും ഡിപ്പെൻഡ് ചെയ്ത ജനങ്ങളുടെ എണ്ണം കുറവാണ്. എന്നിട്ട് ഇവരെ അതായത് അതുകൊണ്ടാണ് ഒന്നാമത്തെ മേഖലയിൽ 56 ഉണ്ടായിരുന്നു കോൺട്രിബ്യൂട്ട് ചെയ്തത്. എന്നാൽ അതിൽ 85% ജനങ്ങളും കാർഷിക മേഖലയെ ആശ്രയിച്ചിരുന്നു. എന്നാൽ ബാക്കി 85 കഴിഞ്ഞ് 15% മാത്രമേ ഇത് രണ്ടിലും വരുന്നുള്ളൂ. എന്നിട്ട് അന്ന് സെക്കൻഡറി സെക്ടർ കോൺട്രിബ്യൂട്ട് ചെയ്തത് 13.6%. എന്നാൽ 90s വന്നപ്പോൾ ന്യൂ ഇക്കണോമിക് റിഫോംസിന്റെ പീരീഡ് വന്നപ്പം അത് 23.2%. 40 വർഷം കൊണ്ട് അത് 23.2% അറ്റ് 99-2000 പ്രൈസ്. ദെൻ 2008-7-8 ഇത് സെക്കൻഡറി സെക്ടർ 24.7%. വീണ്ടും 2018-19 അറ്റ് കറണ്ട് പ്രൈസിൽ 29.73. അപ്പൊ 2 സെക്ടർ പറഞ്ഞു. ഇനി മൂന്നാമത്തെ ആളാണ് സർവീസ് സെക്ടർ. അതിൽ വരുന്ന ആൾക്കാരാണ് സർവീസ് സെക്ടർ പറഞ്ഞാൽ ട്രാൻസ്പോർട്ട് വരാം, കമ്മ്യൂണിക്കേഷൻ വരാം, ബാങ്കിങ് വരാം, ഇൻഷുറൻസ് വരാം, എഡ്യൂക്കേഷൻ, ഹെൽത്ത് അതുപോലെ തന്നെ എനർജി ഇവയെല്ലാം ഇതിൽ വരുന്ന ഘടകങ്ങളാണ്. ഇതിലെ സർവീസ് സെക്ടറിന്റെ അതായത് 50-51 അതിന്റെ കോൺട്രിബ്യൂഷൻസ് 29.9%. Then it increased to 42.2%. Then further 2007-8 it increased to 55.6%. അപ്പോൾ നോക്കിയാൽ 2007-8 വന്നപ്പം നമ്മൾ 50കളിലെ എത്രമാത്രമാണ് പ്രൈമറി സെക്ടർ കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നത് അതിൽ ഏകദേശം എത്താൻ തുടങ്ങി സർവീസ് സെക്ടറിന്റെ കോൺട്രിബ്യൂഷൻസ്. എന്നിട്ട് നമുക്ക് മനസ്സിലായി ലാസ്റ്റ് 2018 കറണ്ട് ഇയറിലെ പ്രൈസ് വെച്ച് നമ്മൾ നോക്കിയപ്പോൾ 55.3%. So this shows that which are the important sectors are existed in Indian economy. Then what about its contribution towards GDP or national income?
ദേശീയ വരുമാനത്തിലോട്ടുള്ള അവരുടെ സമരം. സോ ദിസ് ഇസ് എ സിംറ്റം ഓഫ് an economy starts to develop. This is a symptom of an economy starts to develop, because when an economy starts to develop, the role of or the importance of primary sector comes down and other two sectors are started to increase. Now we move to the second point. Second point, growth of basic capital goods industries. Second point is very relevant because growth of basic capital goods industries. First, you can identify what is meant by capital goods industries. Mainly, there are two types of industries. One is that consumer goods industries, and second is that capital goods industries. Consumer goods industries and capital goods industries. വ്യവസായം നമ്മൾ പൊതുവായിട്ട് തരംതിരിക്കുമ്പോൾ പറയാം, അതായത് കൺസ്യൂമർ ഗുഡ്സ് ഇൻഡസ്ട്രീസ് ആൻഡ് ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രീസ്. Consumer goods industry represent as those industries which directly help for consumption or satisfy consumer wants directly. Those goods which satisfy consumer wants directly. ഏത് ഗുഡ്സാണ്, ഏത് വസ്തുക്കളാണ് നമ്മുടെ ആഗ്രഹങ്ങളെ നേരിട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നത്, അവരെ വിളിക്കുന്ന പേരാണ് കൺസ്യൂമർ ഗുഡ്സ് ഇൻഡസ്ട്രീസ്. ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും അപ്പോൾ ആര്, ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രീസ്. ഷോ ദാറ്റ് ദോസ് ഗുഡ്സ് വിച്ച് സാറ്റിസ്ഫൈ കൺസ്യൂമർ വാണ്ട്സ് ഇൻഡയറക്ട്ലി. ഒന്ന് നേരിട്ട് നമ്മുടെ ആഗ്രഹങ്ങളെ സംതൃപ്തീകരിക്കുന്നു, മറ്റാളാളോ ഇൻഡയറക്റ്റ് ആയിട്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കൺസ്യൂമർ ഗുഡ്സ് ഇൻഡസ്ട്രീസ് എക്സാമ്പിൾ ആണ് ദാറ്റ് ഇസ് ഫുഡ്, ക്ലോത്തിങ്, ജ്വല്ലറി, then appliances, etc. These are the main important examples for consumer goods. Capital goods, mainly the examples are in the form of equipments, capital equipments, tools, etc. That is they are known as machineries, etc. They are generally known as the capital goods industry. So in the case of capital goods industries, അപ്പം ഉപഭോക്തൃ വ്യവസായങ്ങളും മൂലധന വസ്തുക്കളും വ്യവസായങ്ങൾ. ഉപഭോക്തൃ വസ്തുക്കളുടെ വ്യവസായം എന്ന് പറഞ്ഞാൽ എന്താ, അത് നമ്മുടെ ആഗ്രഹങ്ങളെ നേരിട്ട് തന്നെ സാറ്റിസ്ഫൈ ചെയ്യാം, മറ്റൊരു ഇൻഡയറക്റ്റ് ആയിട്ട് സാറ്റിസ്ഫൈ ചെയ്യാം. ഇതിൽ ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ അതിൽ ഇപ്പോൾ ഒരു ഉപകരണം നമ്മൾ വാങ്ങിച്ചു, ഒരു മെഷീനറി നമ്മൾ വാങ്ങിച്ചു, ആ മെഷീനറി നമുക്ക് നേരിട്ട് ഉൽപാദനത്തെ സഹായിക്കില്ല, അതുകൊണ്ട് മറ്റൊരു വസ്തുക്കളെ ഉണ്ടാക്കാനായിട്ട് കണ്ടോ. അപ്പം മെഷീൻസ് ഉണ്ടാക്കുന്ന വ്യവസായങ്ങൾ, ആ മെഷീൻ എന്താ ചെയ്യുന്നത്, മറ്റു വസ്തുക്കളെ ഉണ്ടാക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുക. അതുകൊണ്ടാണ് ഇൻഡയറക്റ്റ് എന്ന് പറയുന്നത് കണ്ടോ. ദാറ്റ് ദോസ് കൺസ്യൂമർ വാണ്ട്സ് സാറ്റിസ്ഫൈ ഇൻഡയറക്ട്ലി. ഇതാണ് ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രീസിന്റെ പ്രത്യേകത. ഇനി നമ്മൾ നോക്കുകയാണ്, അതായത് ഗ്രോത്ത് ഓഫ് ബേസിക് ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രീസ്. ഈ പേര് തന്നെ ഒരു പ്രത്യേകതയുണ്ട്, ബേസിക് ആണ്. Basic capital goods industry shows that those industries which are very essential for the development of other industries. Basic ആണ്, അടിസ്ഥാനം. ഈ വ്യവസായങ്ങൾ ഉണ്ടെങ്കിലേ മറ്റു വ്യവസായങ്ങളെ രൂപപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ എന്ത് ഉപയോഗിച്ചത്, ബേസിക് കണ്ടോ. ഹെൽപ്പ് ഫോർ അതേഴ്സ്, they are very essential or indispensable or they are very basic. So these industries are very basic. At the same time, it is very important for economic growth, and that is economic growth of an industry. വ്യവസായങ്ങളുടെ സാമൂഹിക വളർച്ചയ്ക്ക് വ്യവസായങ്ങളുടെ സാമ്പത്തിക വളർച്ചയെ സഹായിക്കുന്ന വ്യവസായങ്ങളാണ് ആര്, ബേസിക് ആൻഡ് ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രീസ്. ഇവ ഇല്ലെങ്കിലേ മറ്റു വ്യവസായങ്ങൾ ഉണ്ടാകില്ല. അപ്പൊ ഇത് നമുക്ക് അത്യന്താപേക്ഷിതമാണെന്ന് മനസ്സിലാക്കി. അപ്പം നമുക്കറിയാം, നമുക്ക് പല പ്ലാനിങ് നമ്മൾ പഠിച്ചു. നമ്മൾ പറഞ്ഞു ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി തുടങ്ങിയത് 1951 അതിനെ നമ്മൾ പലപ്പോഴും വിളിക്കുക കാർഷിക പ്ലാനിങ് ആണെന്ന് പറയാം.
കേട്ടോ. അതായത് അഗ്രികൾച്ചറൽ പ്ലാനിങ്, കാർഷിക ആസൂത്രണമായിട്ടാണ് പറയുക. കാരണം എന്താ, ഇതിൽ പ്രധാനപ്പെട്ട ലക്ഷ്യം കൊടുത്തത് അല്ലെങ്കിൽ പ്രധാന ആശയം നമ്മൾ കൊടുത്തത് എന്താ, കാർഷിക മേഖലയ്ക്ക്. ഇനി രണ്ടാമത്തെ പ്ലാനിങ് വന്നപ്പം അത് കൂടുതലായിട്ട് ഊന്നൽ നൽകിയത് ഇതിനാണ്, വ്യവസായങ്ങൾക്ക്. ദ ഫസ്റ്റ് പ്ലാൻ മെയിൻലി provide importance to the agriculture sector. Second plan mainly gave to the importance to the industries. അക്കാലത്താണ് ആര് വന്നിട്ടുള്ളത്, മഹലനോബിസ്, അതായത് PC മഹലനോബിസിന്റെ നേതൃത്വത്തിലാണ് ആ പ്ലാനിങ് രൂപപ്പെടുത്തി. അതുകൊണ്ട് നമ്മൾ പറയുന്നത് ആ സെക്കൻഡ് 5 ഇയർ പ്ലാൻ നമ്മൾ ഇത് വിളിക്കാറുണ്ട് മഹലനോബിസ് പ്ലാനിംഗ് മോഡൽ എന്ന് പറയുന്നു. ഇതിന്റെ പ്രത്യേകത, രണ്ടാം പഞ്ചവത്സര പദ്ധതി കൂടുതലായിട്ട് ആർക്ക് പ്രാധാന്യം കൊടുത്തു, വ്യവസായങ്ങൾക്ക്, പ്രത്യേകിച്ച് ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രീസ്, ബേസിക് ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രീസിന് പ്രാധാന്യം കൊടുത്തു. എക്സ്പാൻഷൻ ഓഫ് സോഷ്യൽ ഓവർഹെഡ് ക്യാപിറ്റൽ. അപ്പം രണ്ടാമത്തെ പോയിന്റിൽ നമ്മൾ ബേസിക് ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രീസിന് പറഞ്ഞു. അത് വ്യാവസായിക വളർച്ചയ്ക്ക് വളരെയധികം ഉണർവ് നൽകിയിട്ടുണ്ട്. മൂന്നാമത് എക്സ്പാൻഷൻ ഓഫ് സോഷ്യൽ ഓവർഹെഡ് ക്യാപിറ്റൽ, അതായത് സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ആയ ട്രാൻസ്പോർട്ട്, കമ്മ്യൂണിക്കേഷൻ, ഇറിഗേഷൻ, എനർജി, എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഇവയെല്ലാമാണ് ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ ഓവർഹെഡ് ക്യാപിറ്റൽ വരുന്നത്. Social overhead capital, that is mainly in the form of transportation, communication, banking, insurance, education, health, energy എന്നിവ. അപ്പോൾ ഇതിലെ ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ കൂടുതലായിട്ട് മോഡേണൈസ് ചെയ്തു. Because of the modernization of transportation facilities, it increased the length of road. റോഡിന്റെ നീളം കൂട്ടുന്നു. പിന്നെ NH47 പോലെയുള്ള റോഡുകൾ രൂപപ്പെടുന്നു. ഇതാണ് ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ ദ ട്രാൻസ്പോർട്ടേഷൻ. നമുക്കറിയാം ട്രാൻസ്പോർട്ട് പ്രധാനമായിട്ട് 4ആയിട്ടാണ് നമ്മൾ തരംതിരിക്കുക: റോഡ്, റെയില്, വാട്ടർ, എയർവേസ്. ഇത് 4 രീതിയിൽ. അപ്പം എല്ലാവിധത്തിലുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസും മെച്ചമുള്ള രീതിയിൽ ആയിത്തീർന്നു. ഇനി ഇതുപോലെ ഇറിഗേഷൻ ഫെസിലിറ്റീസ് ഡെവലപ്പ് ചെയ്തു, കമ്മ്യൂണിക്കേഷൻസ്, ഇവയെല്ലാം കൂടി. മാത്രമല്ല ബിക്കോസ് ഓഫ് ദ ഡെവലപ്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിന്റെ ഫലമായിട്ട് ഇൻക്രീസ് ദ ലിറ്ററസി റേറ്റ് കൂടി. ലിറ്ററസി എന്ന് പറഞ്ഞാൽ എന്താ, സാക്ഷരത, വിദ്യാഭ്യാസത്തിന്റെ സാക്ഷരത വർദ്ധിപ്പിച്ചു. ഇങ്ങനെയുള്ള ഹെൽത്ത് ഇംപ്രൂവ്മെന്റിന്റെ ഫലമായിട്ട് ഡെത്ത് റേറ്റ് വളരെയധികം കുറയ്ക്കാനായിട്ട് സാധിച്ചു. ഇത്തരത്തിലുള്ള എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ട്രാൻസ്പോർട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ, ഇൻഷുറൻസ്, ബാങ്കിങ്. ഇനി ബാങ്കിങ്ങിന്റെ ഫലമായിട്ട് അതായത് ഇവയെല്ലാം, ഇത് ഓവർഹെഡിലെ ഇവയെല്ലാം പ്രത്യേകിച്ച് നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇൻഷുറൻസ്, ഇവയെല്ലാമാണ് ഇതിൽ വരും. ഇതാണ് മൂന്നാമത്തെ ഘടകം. സോഷ്യൽ ഓവർഹെഡ് ക്യാപിറ്റൽ ഷോ ദാറ്റ് the development of transportation, energy, then here there is a education, health, etc. ഇനി നാലാമത്തെ ആളാണ് പ്രോഗ്രസ് ഇൻ ദ ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സെക്ടർ. അതായത് പ്രോഗ്രസ് ഇൻ ദ ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സെക്ടർ എന്ന് പറഞ്ഞാൽ എന്താ, പുതിയ സ്ഥാപനപരമായ സ്ഥാപനങ്ങൾ വരുന്നു, ബാങ്കുകൾ വരുന്നു. പ്രത്യേകിച്ച് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഓർ ഹിയർ ദർ ഇസ് എ ഗ്രോത്ത് ഓഫ് കമേഴ്സ്യൽ ബാങ്ക് ആൻഡ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ്. കമേഴ്സ്യൽ ബാങ്കുകളും കോപ്പറേറ്റീവ് സൊസൈറ്റികളും നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ പുതുതായിട്ട് വളരാനായിട്ട് ഇടയായി. കമേഴ്സ്യൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ ആരാ, വാണിജ്യ ബാങ്കുകൾ. കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ കാർഷിക മേഖലയ്ക്ക് ഏറ്റവും കൂടുതൽ, അതായത് വളരെ തുച്ഛമായ നിരക്കിലെ വായ്പ കൊടുക്കുന്ന പ്രധാന സ്ഥാപനമാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി. അങ്ങനെ കമേഴ്സ്യൽ ബാങ്കുകളും അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് വരുന്നു. ഇത് സാമ്പത്തിക, അതായത് നമുക്കറിയാം സമ്പദ് വ്യവസ്ഥയുടെ സ്ട്രക്ചറിനെ തന്നെ മാറ്റം വരുത്തുന്നു. പ്രത്യേകിച്ച് കമേഴ്സ്യൽ ബാങ്കിങ് എന്ന് പറയാനുള്ളത് 1969 ആദ്യമായിട്ട് ബാങ്കുകൾ നാഷണലൈസ് ചെയ്തത്. എന്താ ബാങ്കിന്റെ നാഷണലൈസേഷൻ എന്ന് പറഞ്ഞാൽ, സർക്കാർ ബാങ്കുകൾ ഏറ്റെടുക്കുക. സർക്കാർ ബാങ്കുകൾ ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ നോംസ് ആൻഡ് അതായത് സർക്കാരിന്റെ നോംസ് ആൻഡ് ഓർഡറിനനുസരിച്ച് മാത്രമേ ബാങ്കുകൾക്ക് പ്രവർത്തിക്കാൻ പാടുള്ളൂ. സർക്കാർ എന്തൊക്കെ റൂളുകളാണ്, എന്തൊക്കെ റെഗുലേഷൻസ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, അതനുസരിച്ച് ബാങ്കുകൾ വർത്തിക്കുക. അത് ബാങ്കുകളുടെ ലാഭത്തെ കുറയ്ക്കും. കാരണം നമ്മൾ സർക്കാർ പറയുന്ന രീതിയിൽ വേണം പലിശ നിശ്ചയിക്കാനായിട്ട്, എന്ത് രീതിയിൽ വർക്ക് ചെയ്യണം, എത്ര എമൗണ്ട് കൊടുക്കണം, എത്ര വരെ കൊടുക്കാം, ഇതെല്ലാം
ആര് തീരുമാനിക്കുന്നു? സർക്കാർ തീരുമാനിക്കുന്നു. അപ്പോൾ സർക്കാർ ഇടപെടാൻ തുടങ്ങിയപ്പം ബാങ്കുകളുടെ ലാഭത്തെ ഇവർ കുറച്ചു. എന്നിട്ട് 1969 ഫസ്റ്റ് നാഷണലൈസേഷൻ വിത്ത് 14 മേജർ കമേഴ്സ്യൽ ബാങ്ക്. അതിനുശേഷം രണ്ടാമത്തെ നാഷണലൈസേഷൻ കൊണ്ടുവന്നത് 1980s സെക്കൻഡ് നാഷണലൈസേഷൻ. അങ്ങനെ 20ഓളം ബാങ്കുകളെ നാഷണലൈസ് ചെയ്തു. അങ്ങനെ സർക്കാരിൻ്റെ പരിധിയിൽ കൊണ്ടുവന്നു. ഇതുപോലെ ക്രെഡിറ്റ് സൊസൈറ്റി, ദിസ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ദാറ്റ് ഈസ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആർ ദ cheapest institution providing agricultural credit to the farmers. കർഷകർക്ക് തുച്ഛമായ നിരക്കിലെ വായ്പ കൊടുക്കുന്ന ഒരു പ്രധാന സ്ഥാപനമാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി. അങ്ങനെ അത്രയും കാലം വരെ സ്വാതന്ത്ര്യം കിട്ടുന്നവരെ നമുക്കറിയാം മണി ലെൻഡേഴ്സും ഇൻഡിജീനിയസ് ബാങ്കേഴ്സ്, അതായത് ചിട്ടികൾ അല്ലെ, ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെയാണ് അക്കാലത്ത് ഉണ്ടായിരുന്നത്. എന്നാണ് ബാങ്കുകൾ വരാൻ തുടങ്ങിയത്, ഇതിനനുസരിച്ച് പണം പലിശയ്ക്ക് കൊടുക്കുന്ന മണി ലെൻഡേഴ്സിന്റെ റോള് കുറയുന്നു. ചിട്ടികൾ, അങ്ങനെയുള്ള കുറിക്കമ്പനികൾ, ഇവിടെയൊക്കെ ഇവയാണ് നോൺ ബാങ്കിങ് ഫെസിലിറ്റീസ് ആണ്. ഇവയുടെ അതായത് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളുടെ NBFI എന്നാണ് നമ്മൾ പറയുന്നത്, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇവരുടെ സ്ഥാനങ്ങളൊക്കെ കുറഞ്ഞു വരുന്നു, പുതിയ പുതിയ ബാങ്കുകൾ വരുന്നു. അങ്ങനെ സമ്പദ് വ്യവസ്ഥയിലെ വളർച്ച തുടങ്ങുന്നു. ഇതാണ് നാലാമത് കാണാനായിട്ടുള്ള ഘടനാപരമായ മാറ്റം. ദാറ്റ് ഈസ് ഹിയർ ദർ ഈസ് എ പ്രോഗ്രസ് ഇൻ ദ ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സെക്ടർ. അഞ്ചാമത്തെ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ കമൻറ്റ് ബോക്സിലിടുക. അതായത് എന്തെങ്കിലും നിങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ വേണം, മനസ്സിലാവാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ മിസ് മലയാളത്തിൽ പറഞ്ഞു തരേണ്ട എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക. ഇനി ഇതിൻ്റെ നോട്ട്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾ ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതാത് ദിവസങ്ങൾ ക്ലാസ് എടുത്തതിൻ്റെ നോട്ട്സ് കൊടുത്തിട്ടുണ്ട്.